ട്രെയിനിൽ ടിക്കറ്റ് ചോദിച്ചതിന് യാത്രക്കാരൻ തള്ളിയിട്ട് കൊന്ന ടി വിനോദിന് അന്ത്യോപചാരം അർപ്പിച്ച് ആയിരങ്ങൾ. മൃതദേഹം മഞ്ഞുമലിലെ വീട്ടിലെത്തിച്ചപ്പോൾ വികാരഭരിതമായാണ് ബന്ധുക്കളും സുഹൃത്തുക്കളും സ്വീകരിച്ചത്. അവസാനമായി വിനോദിനെ ഒന്ന് കാണാനും അന്തിമോപചാരം അർപ്പിക്കാനും നിരവധി പേരാണ് വീട്ടിലേക്ക് ഒഴുകിയെത്തിയത്. മൃതദേഹം മഞ്ഞുമലിലെ വീട്ടിലെത്തിച്ചപ്പോൾ ഹൃദയഭേദകമായ കാഴ്ചകളാണ് കണ്ടത്. കണ്ടുനിന്നവർക്കാർക്കും കണ്ണീരടക്കാനായില്ല. അന്തിമോപചാരത്തിന് ശേഷം മൃതദേഹം ഏലൂർ പൊതുശ്മശാനത്തിൽ സംസ്കരിച്ചു. വിനോദിനെ ട്രെയിനിൽ നിന്നും തള്ളിയിട്ട് കൊന്ന പ്രതിക്കെതിരെ കൊലക്കുറ്റത്തിനാണ് കേസെടുത്തത്. കൊല്ലണമെന്ന ഉദ്ദേശത്തോടുകൂടി പ്രതി രജനീകാന്ത് വിനോദിനെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ടെന്നും തലക്കേറ്റ ഗുരുതരമായ പരിക്കാണ് മരണകാരണമെന്നുമാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ളത്. ഏപ്രിൽ 2-നാണ് ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് ടി വിനോദിന്റെ മരണവാർത്ത പുറത്തു വന്നത്. സമാനതകളില്ലാത്ത ക്രൂരതയാണ് ടി വിനോദിന് നേരിടേണ്ടി വന്നത്. രാത്രി 7 മണിയോടെയാണ് എറണാകുളം പാട്ന എക്സ്പ്രസിൽ അരുംകൊല നടന്നത്. തൃശൂർ വെളപ്പായയിൽ വെച്ചാണ് ടിയെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് കൊന്നത്. ടിക്കറ്റ് ചോദിച്ചതിന്റെ പകയിൽ ഒഡീഷ സ്വദേശി രജനീകാന്ത് എന്ന യാത്രക്കാരനാണ് ടി വിനോദിനെ കൊലപ്പെടുത്തിയത്. ടിക്കറ്റ് ചോദിച്ചതിന്റെ വൈരാഗ്യത്തിൽ പ്രതി 2 കൈകളും ഉപയോഗിച്ച് വിനോദിനെ ട്രെയിനിൽ നിന്നും തള്ളിയിടുകയായിരുന്നുവെന്നാണ് എഫ്ഐആറിൽ പറയുന്നത്. കേസിൽ പ്രതിയായ രജനീകാന്തിനെ തൃശൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. S11 കോച്ചിന്റെ വലതുഭാഗത്തെ വാതിലിന് സമീപം നിന്നിരുന്ന വിനോദ് വീണത് എതിർവശത്തെ ട്രാക്കിലായിരുന്നു. അതിലൂടെ വന്ന ട്രെയിൻ കയറിയാണ് കലാകാരൻ കൂടിയായ വിനോദിന്റെ ദാരുണാന്ത്യം. തലക്കേറ്റ ആഴത്തിലുള്ള പരിക്കാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പ്രാഥമിക നിഗമനം. അപകടത്തിൽ വിനോദിന്റെ കാലുകൾ അറ്റുപോയിരുന്നു. ഒരു ടി എന്നതിനപ്പുറം മലയാള സിനിമയുമായി ഏറെ ബന്ധമുള്ള വ്യക്തിയാണ് വിനോദ്. മലയാള സിനിമയുടെ സ്വന്തം ടി എന്നായിരുന്നു സിനിമാ മേഖലയിൽ വിനോദ് പൊതുവെ അറിയപ്പെട്ടിരുന്നത്. മമ്മൂട്ടി, മോഹൻലാൽ, ദുൽഖർ സൽമാൻ എന്നിങ്ങനെ മലയാള സിനിമയിലെ ഒട്ടുമിക്ക പ്രമുഖ താരങ്ങളുടെയൊപ്പം സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള വ്യക്തി കൂടിയാണ് വിനോദ്. സ്കൂൾ കാലം മുതൽ അഭിനയത്തിൽ തൽപരനായിരുന്ന വിനോദ് സംവിധായകൻ ആഷിഖ് കപൂറിന്റെ സഹപാഠിയായിരുന്നു. എറണാകുളം SRV സ്കൂളിൽ 8 മുതൽ 10 വരെ ക്ലാസുകളിൽ ഇരുവരും ഒരുമിച്ച് പഠിച്ചിട്ടുണ്ട്. ആഷിഖ് കപൂർ മമ്മൂട്ടി ചിത്രം ഗാങ്സ്റ്ററിലൂടെയാണ് വിനോദിന്റെ സിനിമയിലേക്കുള്ള അരങ്ങേറ്റവും. മമ്മൂട്ടിയുടെ ഗുണ്ടാ സംഘത്തിലെ പ്രധാനിയായിരുന്നു വിനോദ്. മോഹൻലാലിന്റെ മിസ്റ്റർ ഫ്രോഡ്, പെരുച്ചാഴി, എന്നും എപ്പോഴും, പുലിമുരുകൻ, ഒപ്പം എന്നീ ചിത്രങ്ങളിലും വിനോദ് അഭിനയിച്ചിട്ടുണ്ട്. കൂടാതെ ഹൗ ഓൾഡ് ആർ യു, മംഗ്ലീഷ്, കസിൻസ്, രാജമാറ്റ് യാഹു, അച്ചാദിൻ, വിക്രമാദിത്യൻ, ജോസഫ്, നല്ല നിലാവുള്ള രാത്രി, വില്ലാളി വീരൻ, വിശ്വാസം, അതല്ലെല്ലാം തുടങ്ങി നിരവധി സിനിമകളിൽ വിനോദ് അഭിനയിച്ചിട്ടുണ്ട്. കുട്ടിക്കാലം മുതൽക്കേ സിനിമയോട് താല്പര്യമുള്ള വ്യക്തിയായിരുന്നു വിനോദ്. സ്കൂൾ കാലം മുതൽ തന്നെ കലാപ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നു അദ്ദേഹം. മിമിക്രിയിലും നാടകത്തിലും എല്ലാം സജീവമായി പങ്കെടുത്തു. നാടകമായിരുന്നു അദ്ദേഹത്തിന് ഏറ്റവും താല്പര്യമുള്ള മേഖല. അതേസമയം വിനോദിന് ആദരാഞ്ജലി അർപ്പിച്ച് കഴിഞ്ഞ ദിവസം മോഹൻലാൽ ഉൾപ്പെടെയുള്ള താരങ്ങൾ രംഗത്തെത്തിയിരുന്നു. സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെയാണ് മോഹൻലാൽ കൊല്ലപ്പെട്ട വിനോദിനെ ഓർത്തത്. സുഹൃത്തും അഭിനേതാവുമായിരുന്ന ടി വിനോദിന് ആദരാഞ്ജലികൾ എന്നാണ് മോഹൻലാൽ കഴിഞ്ഞ ദിവസം കുറിച്ചത്. വിനോദിനെ അനുസ്മരിച്ച് നിർമ്മാതാവ് സാന്ദ്ര തോമസും കുറിപ്പ് പങ്കുവച്ചിരുന്നു. അഭിനയിക്കാൻ ഏറെ ആഗ്രഹമുള്ള വിനോദിനെ സിനിമയുടെ ക്യാമറമാനാണ് ചിത്രത്തിലേക്ക് ശുപാർശ ചെയ്തതെന്ന് സാന്ദ്ര തോമസ് ഓർത്തെടുത്തു. സാന്ദ്ര തോമസ് നിർമ്മിച്ച നല്ല നിലാവുള്ള രാത്രിയിൽ എന്ന ചിത്രത്തിൽ ഒരു രാഷ്ട്രീയക്കാരന്റെ വേഷത്തിൽ വിനോദ് അഭിനയിച്ചിരുന്നു. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.